ഡ്രാമ സ്പേസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തളർന്നു വീണ ചെങ്ങിനെ റൂമിലേക്ക് കൊണ്ടാക്കുന്ന ലിനിനെയാണ്. തൻ്റെ അടുത്ത് നിന്ന് പോവരുത് എന്ന ഉറക്കത്തിലാണെങ്കിൽ പോലും ചെങ്ങ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വരെ ലിൻ അവിടെ തന്നെ കൂട്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ വീണ്ടും ആ ആക്സിഡൻറ്റിൻ്റെ സീൻ തന്നെ സ്വപ്നം കാണുകയാണ് ചെങ്ങ. അന്ന് അവൻ കണ്ടത് ആക്സിഡൻറ്റിന് ശേഷം തൻ്റെ ഡ്രൈവർ അവനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയതിന് ശേഷം രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. ഡ്രൈവറിൻ്റെ മുഖം ബ്ലറായിട്ടാണ് അവൻ കാണുന്നത്. അങ്ങനെ ഉറക്കമുണരുന്ന ചെങ്ങിനോട് എങ്ങനെയുണ്ടെന്നൊക്കെ ലിൻ തിരക്കുമ്പോൾ അവൻ തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം അസിസ്റ്റൻറ്റിനോട് ആ വില്ലയിൽ CCTV വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് നശിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അതേസമയം ബാക്ക് സ്റ്റേജിലെ CCTV വിഷ്വൽസ് പരിശോധിക്കുന്ന ഏജൻറ്റ് ലിങ്ങിനെ കാണാം. ചെങ്ങിൻ്റെ ലൈവ് ഷോയുടെ സമയത്ത് ഹോങ്ങിനെ കണ്ട അസിസ്റ്റൻ്റ് പെൺകുട്ടി അവളുടെ സംശയം ലിങ്ങിനോട് പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ CCTV വിഷ്വൽസ് കാണുന്ന അവർ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയാണ്. അവർ അസിസ്റ്റൻറ്റിനോട് ഇതിനെപ്പറ്റി ശരിക്കൊന്ന് അന്വേഷിക്കണം എന്ന് പറയുകയാണ്. കൂടാതെ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കാര്യങ്ങളും കൂടി ശരിക്കൊന്ന് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. അതേസമയം കിച്ചണിൽ നിൽക്കുന്ന ലിന്ന് ടാപ്പ് തുറന്നപ്പോൾ നല്ല ചൂടുവെള്ളമാണ് കയ്യിലേക്ക് വീഴുന്നത്. കൈ പൊള്ളി പോകുന്നുണ്ട്. ഫോണിലെ മെസ്സേജ് വായിക്കുന്ന അവൾ ഇന്ന് തണുത്ത വെള്ളം ഇല്ല, കണക്ഷൻ്റെ എന്തോ പ്രോബ്ലം കാരണം ചൂടുവെള്ളം മാത്രമേ കിട്ടൂ എന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ചെങ്ങ് കുളിക്കാൻ പോയ കാര്യം ഓർത്തിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. ഇനി എങ്ങാനും പൊള്ളിയാലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങോട്ട് ഓടി ചെന്ന് പൈപ്പ് ഓഫ് ചെയ്ത് ചൂടുവെള്ളം മാത്രമേ കിട്ടൂ എന്നൊക്കെ ചെങ്ങിനോട് പറയുകയാണ്. അപ്പോഴേക്കും അവൻ ചെറിയ രീതിയിൽ പൊള്ളലേറ്റിരുന്നു. അപ്പോഴാണ് അവൻ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾ വേഗം തന്നെ വന്നതിൽ സ്പീഡിൽ അവിടെ നിന്ന് പോവുകയാണ്. ആ സംഭവത്തിന് ശേഷം അവനോട് എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാതെ ചമ്മിയിരിക്കുന്ന അവളോട് അവൻ അങ്ങോട്ടും മിണ്ടാ. അവന് പൊള്ളലേറ്റതുകൊണ്ട് തന്നെ അവൾ അവിടെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. ആ ടൈമാണ് അവളുടെ കൈ പൊള്ളിയത് അവൻ കാണുന്നത്. അങ്ങനെ തിരിച്ചും അവൻ മരുന്ന് പറ്റി കൊടുക്കുകയാണ്. ആ സമയമാണ് മരുന്ന് തീർന്നതായിട്ട് അവർ കാണുന്നത്. മരുന്ന് തീർന്നതുകൊണ്ട് തന്നെ അത് വാങ്ങാനും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് ചെങ്ങും ലിന്നും. ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടന്ന ആരെങ്കിലും തിരിച്ചറിയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്നെ ഈ ലോകത്ത് എങ്ങനെ കണ്ടാലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നീയാണ് എന്ന് പറയാണ് ചെങ്ങ. ഏത് ഇരുട്ടത്ത് വെച്ച് ചെങ്ങിനെ ഹോങ്ങിനും തമ്മിൽ കണ്ടാലും അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മനസ്സിലായ ചെങ്ങ് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്. നിനക്ക് എന്താ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടം എന്ന് ചെങ്ങ് ചോദിക്കുമ്പോൾ ചെങ്ങിന് ഇഷ്ടമുള്ള എന്തും അവൾക്ക് ഇഷ്ടമാണ് എന്ന് അവൾ പറയുകയാണ്. അവൻ്റെ വലിയൊരു ഫാൻ തന്നെയാണ് അവളെന്ന് തെളിയിക്കാനും കൂടിയാണ് അവളിങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചോക്ലേറ്റ്സ് അറിയാണ്ട് തട്ടിമറിച്ചിടുകയാണ്. അവരത് തിരിച്ചെടുത്ത് അടുക്കി വെക്കാനായിട്ട് നോക്കുമ്പോൾ അവിടേക്ക് വന്ന സ്റ്റാഫ് അവരെ വഴക്ക് പറയുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ചെങ്ങ് ഇതെല്ലാം പാക്ക് ചെയ്തോളൂ, ഇതെല്ലാം ഞാൻ വാങ്ങുകയാണ് എന്ന് പറയാം. കേട്ട സ്റ്റാഫും എന്തിനേറെ ലിന്ന് വരെ ഞെട്ടിപ്പോവാണ്. അടുത്ത സീനിൽ അവർ ലിന്നിൻ്റെ ബാൽക്കണിയിൽ വന്നിട്ട് രാത്രിയിൽ പുറത്തുള്ള മനോഹരമായ കാഴ്ചയെപ്പറ്റി സംസാരിക്കുകയാണ്. ഞാൻ ഇന്നും ഇങ്ങനെ ഇവിടെ വന്നിരുന്ന നക്ഷത്രങ്ങളെ കാണാറുണ്ട്, എന്ത് ഭംഗിയാണല്ലേ എന്നൊക്കെ ലിൻ പറയുകയാണ്. ചെങ്ങിൻ്റെ വീടും ഇതുപോലെ വളരെ ലക്ഷറി ആകുമല്ലോ, അവിടെ നല്ല മനോഹരമായ വ്യൂ ഒക്കെ ആകുമല്ലേ എന്ന് ചോദിക്കുകയാണ്. വ്യൂ ഒക്കെ ഉണ്ട്, ലക്ഷറിയും ഉണ്ട്, പക്ഷെ അവിടെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന് പറയുകയാണ് ചെങ്ങ. അന്നേരം ചെങ്ങിൻ്റെ പേരൻസിനെ പറ്റിയൊക്കെ അവൾ തിരക്കാണ്. താനൊരു അനാഥനാണെന്നും തൻ്റെ ഏജൻറ്റ് ലിങ് ആണ് ഈ കാണുന്ന സെലിബ്രിറ്റി ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത്, അതിനു മുന്നേ താൻ ഒന്നുമല്ലായിരുന്നു എന്ന് ലിനിനോട് ചെങ്ങ വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ലിന്നിന് ആകെ സങ്കടമാകാണ്. അവൾ കരുതിയത് ചെങ്ങ എപ്പോഴും അവൻ്റെ ലക്ഷറി ജീവിതത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇരുന്ന് സങ്കടം പറയുന്ന ചെങ്ങിനെ അവൾ ആദ്യമായിട്ട് കാണുമായിരുന്നു. അന്നേരം അവനോടൊരു റിലേഷൻഷിപ്പിലൊക്കെ കയറിയാൽ ഇപ്പോൾ ഉള്ള ഈ ഒറ്റപ്പെടലൊക്കെ മാറിക്കിട്ടുമെന്നും കൂടാതെ ഇപ്പോൾ ഉള്ള പോലെ കട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഫാൻസ് എന്നും കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ആ സമയത്ത് ഏതാണ്ട് അവളോടൊരു ഇഷ്ടമുള്ളതുപോലെ അവൻ അവളെ നോക്കുകയാണ്. ഇത് കാണുമ്പോൾ ലിന്ന് വളരെയധികം കൺഫ്യൂഷനിലാവുന്നുണ്ട്. ചെങ്ങിന് ശരിക്കും തന്നെ ഇഷ്ടമാണോ അതോ ഇനി അവൾക്ക് തോന്നുന്നതാണോ എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ലിൻ അറിയാതെ ആ വില്ലയിലേക്ക് ചെങ്ങ വീണ്ടും പോവാണ്. രാത്രി ആരും അവിടെ കാണില്ല എന്നാണ് അവൻ വിചാരിച്ചെങ്കിലും അവിടെ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കിടക്കുന്ന ചെങ്ങ കാണുന്നത് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന തൻ്റെ യഥാർത്ഥ ലോകത്തിലെ ഡ്രൈവറിനെയാണ്. ഇപ്പോൾ ഉള്ള ഈ ലോകത്തിലേക്ക് ചെങ്ങിനെപ്പോലെ തന്നെ ആ ഡ്രൈവറും എത്തിപ്പെട്ടിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഞെട്ടിയിരുത്തത്തിൽ ചെങ്ങിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഈ ഡ്രൈവർ തന്നെയാണ് അവൻ ആ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അന്ന് നടന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചെങ്ങ അയാളോട് ചോദിക്കുമ്പോൾ തനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്നും അന്ന് ആക്സിഡൻറ്റിന് ശേഷം തൻ്റെ മേൽ കുറ്റം വരാതിരിക്കാനായിട്ടാണ് ചെങ്ങിനെ ബാക്ക് സീറ്റിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് അയാൾ എടുത്തിരുത്തിയതെന്നും എന്നിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയപ്പം ബോധം മറയുകയും ചെയ്തു, പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഇവിടെയാണ് എത്തിപ്പെട്ടത് എന്നൊക്കെ അയാൾ പറയുകയാണ്. അങ്ങനെ ഇവിടേക്ക് വന്ന ഞാൻ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഈ ലോകത്തുള്ള ആളെ കണ്ടുമുട്ടി. 2019 നിന്ന് 2017 ഞാൻ വന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു.
അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസിലുണ്ടായിരുന്ന കാര്യങ്ങളും പാസ്റ്റിൽ വരുത്തിയ തെറ്റുകളും ഒക്കെ തിരുത്തി ഇപ്പോൾ വലിയൊരു പണക്കാരനായിരിക്കുകയാണ് ഈ ലോകത്തിലുള്ള എൻ്റെ മുഖമുള്ള ആൾ. ഇനി എൻ്റെ ഉപയോഗമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ ഇട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് അയാൾ കെഞ്ചി പറയാണ്. ചെങ്ങ് വന്ന് രക്ഷിക്കാനായിട്ടാണ് ഡ്രൈവർ അവന് മെസ്സേജ് ഇട്ടുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഡ്രൈവറെയും കൊണ്ട് വെളിയിലെത്തുന്ന ചെങ്ങ് എങ്ങനെയാണ് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുക എന്ന് അയാളോട് ചോദിക്കുമ്പം ഈ ലോകത്തുള്ള നമ്മൾ തന്നെ അപരനെ നമ്മൾ കൊന്നു കളഞ്ഞാൽ മാത്രമേ അത് സാധിക്കൂ എന്നാണ് ഡ്രൈവർ പറയുന്നത്. അങ്ങനെ ഹോങ് മരിച്ചാൽ മാത്രമേ തനിക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് ചെങ്ങ് മനസ്സിലാക്കുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ രാവിലെ എണീറ്റ് ചെങ്ങിനെ തപ്പുന്ന ലിൻ കാണുന്നത് പുറത്തിരിക്കുന്ന ചെങ്ങിനെയാണ്. അവൾ അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല, ഞാൻ നല്ല ആളല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ അവോയ്ഡ് ആക്കുകയാണ്. അങ്ങനെ ഹോങ്ങിൻ്റെ സകല ഡീറ്റെയിൽസും തൻ്റെ അസിസ്റ്റൻ്റ് വഴി അറിയുന്ന ഏജൻറ്റ് ലിങ്ങിന് ആകെ ദേഷ്യം വരികയാണ്. അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചെങ്ങെന്ന് പറഞ്ഞ് തൻ്റെ കൂടെ നിൽക്കുന്നത് ചെങ്ങല്ല, പകരം ഹോങ് ആണെന്ന്. അങ്ങനെ ഹോങ്ങിനെ തപ്പി ഒരു ബാറിൽ ചെന്ന ലിങ് അവൻ്റെ കയ്യിലുള്ളൊരു സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ പിന്നെ നോക്കാം, എനിക്കിപ്പോൾ ഒരു മൂഡില്ല എന്ന് ഉഴപ്പി വിടുന്ന ഹോങ്ങിനോട് ഇത് നല്ല സ്റ്റോറിയാണ്, ഓൺലൈനിൽ നിന്ന് ഞാൻ തപ്പിപ്പിടിച്ചതാണ്, ഹോങ് എന്നൊരു പയ്യൻ എഴുതിയതാണ് എന്നൊക്കെ ലിങ് പറയാണ്. അത് തൻ്റെ സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ നിങ്ങൾ ആ ഹോങ്ങിനെ ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കഥ കൊള്ളാം, എങ്കിലും അതിൽ ചില തെറ്റുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലിങ്. അത് കേൾക്കുന്ന ഹോങ്ങിന് അത് ഇഷ്ടപ്പെടുമോ? അവൻ കഷ്ടപ്പെട്ട് എഴുതിയ കഥയല്ലേ. തൻ്റെ കഥയുടെ കുറ്റം പറയുന്ന ലിങ്ങിനോട് അവൻ നന്നായിട്ട് ചൂടാവുകയാണ്. അവൻ പോലും അറിയാതെ അവൻ്റെ ഐഡൻറ്റിറ്റി അറിയാതെ വെളിപ്പെടുത്തുകയാണ്. ലിങ് അന്നേരം പറയാണ്, എനിക്കിതൊക്കെ അറിയായിരുന്നു, നിൻ്റെ വായിൽ നിന്ന് ഇത് വീഴാനായിട്ടാണ് ഇങ്ങനൊരു നാടകം ഞാനിവിടെ കളിച്ചത്. ഇത് കേട്ടപ്പോൾ ഹോങ് ആകെ പെട്ടുപോയൊരവസ്ഥയിലിരിക്കുകയാണ്. ഹോങ് ആലോചിക്കുകയാണ്, ദൈവമേ എങ്ങനെയാണ് നിൻ്റെ വായിൽ നിന്ന് വന്നത്, ഇപ്പം ചെങ്ങനെ കൊല്ലൂല്ലോ, എനിക്ക് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടില്ലല്ലോ എന്നാലോചിക്കുകയാണ്. അയ്യോ അല്ല, ഞാൻ ചെങ്ങ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ലിങ്ങിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ഹോങ് നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പുള്ളിക്കാരി അവിടെ നിന്ന് പോവാണ്. ഈ സമയം വളരെ ഡിസ്റ്റർബ്ഡായിട്ട് ബാത്ടബിലിരിക്കുന്ന ചെങ്ങിനെ നമുക്ക് കാണാം. തനിക്കിവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോങ് മരിക്കണമല്ലോ എന്നാലോചിച്ചിട്ട് വളരെ സ്ട്രെസ്സായിട്ടിരിക്കുകയാണ് ചെങ്ങ. കൂടാതെ ഹോങ്ങിനെ അവൻ കൊല്ലുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോഴാണ് ഹോങ്ങിൻ്റെ മെസ്സേജ് ചെങ്ങിന് ചെല്ലുന്നത്. ഏജൻറ്റ് ലിങ് എല്ലാം മനസ്സിലാക്കി, ഈ ആൾമാറാട്ടത്തെ പറ്റി ഒക്കെ അവർ മനസ്സിലാക്കി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക എന്നായിരുന്നു ആ മെസ്സേജ്. അടുത്ത സീനിൽ ഏജൻറ്റ് ലിങ് സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെങ്ങിന് തനിക്ക് പൈസ ഒന്നും തരില്ല, തനിക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹോങ് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ചുമ്മാ വഴി കൂടെ നടക്കുകയാണ്. അതിൽ അവനെ ഒരു വണ്ടി ഇടിക്കാനായിട്ട് വരുമ്പം വേഗം തന്നെ ചെങ്ങ് വന്ന് ഹോങ്ങിനെ രക്ഷിക്കുകയാണ്. പക്ഷേ അതേസമയം ചെങ്ങിനെ ആ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. പക്ഷേ ചെങ്ങിനെ ഫോളോ ചെയ്ത് വന്ന ലിന്ന് പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ്. മനസ്സ് വളരെ സ്ട്രെസ്സായിരുന്ന ചെങ്ങ് ലിന്നിനെ പെട്ടെന്ന് കാണുമ്പോൾ വളരെ ഇമോഷണൽ ആവുകയാണ്. അവന് ലിന്നായിട്ട് എന്തെന്നില്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്. അതും ചെറിയൊരു ഇഷ്ടമുണ്ടെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു മൊമെൻറ്റിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. അവളും മനസ്സിലാക്കുന്നു താൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, എന്തൊക്കെയോ തനിക്ക് ചുറ്റും വിചിത്രമായി നടക്കുന്നുണ്ട് എന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ സീനോടുകൂടി എപ്പിസോഡ് നമ്പർ 7 ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.